നമസ്കാരം. നെളിയോര വിശേഷങ്ങളിലേക്ക് സ്വാഗതം. തൃത്താലയിൽ സിബിഐ ചമഞ്ഞ പണം തട്ടിപ്പിന് ശ്രമം. വിദേശത്തുള്ള മകളെ ലഹരിക്കേസിൽ പിടികൂടിയെന്ന് പറഞ്ഞാണ് അധ്യാപികയ്ക്ക് ഫോൺ വിളിയെത്തിയത്. വിദേശത്ത് മെഡിസിന് പഠിക്കുന്ന മകളെ ലഹരിക്കേസിൽ പിടികൂടിയിട്ടുണ്ടെന്നും മകളിപ്പോൾ സിബിഐ കസ്റ്റഡിയിലാണെന്നും പറഞ്ഞാണ് തൃത്താല മണ്ഡലത്തിലെ അധ്യാപികയുടെ ഫോണിലേക്ക് ചൊവ്വാഴ്ച രാവിലെ 9:30 സന്ദേശമെത്തിയത്. മകളെ ജാമ്യത്തിൽ വിടാൻ 50,000 രൂപ ഉടൻ തന്നെ സിബിഐയുടെ അക്കൗണ്ടിലേക്ക് മാറ്റണമെന്നും പറഞ്ഞ് അക്കൗണ്ട് നമ്പറും നൽകി. ഉടൻ തന്നെ തട്ടിപ്പ് തിരിച്ചറിഞ്ഞതുകൊണ്ട് അധ്യാപികയ്ക്ക് പണം നഷ്ടമായില്ല. വാട്സാപ്പിലാണ് അധ്യാപികയെ തട്ടിപ്പുകാർ വിളിക്കുന്നത്. ഫോൺ ചെയ്യുന്നയാളുടെ പ്രൊഫൈൽ ഫോട്ടോ ഫോണിൽ തെളിഞ്ഞിരുന്നു. പോലീസ് യൂണിഫോമിലുള്ള ഇയാൾ ഉയർന്ന സിബിഐ ഓഫീസറാണെന്നാണ് പറഞ്ഞത്. ഹിന്ദിയിലായിരുന്നു സംസാരം. പന്തികേട് തോന്നിയതോടെ ഫോൺ കോൾ കട്ട് ചെയ്തു. തുടർന്ന് മകളെ ബന്ധപ്പെടാൻ ശ്രമിക്കുമ്പോൾ അത് തടസ്സപ്പെടുത്തുന്ന മട്ടിൽ തുടർച്ചയായി ഫോൺ വിളിച്ചുകൊണ്ടേയിരിക്കുകയാണെന്നും അധ്യാപിക പറഞ്ഞു. കുട്ടിയുടെ പേര്, വിലാസം, പഠിക്കുന്ന സ്ഥാപനത്തിന്റെ പേരെല്ലാം കൃത്യമായാണ് പറഞ്ഞത്. വിവരം സൈബർ സെല്ലിനും പോലീസിനും നൽകുമെന്ന് പറഞ്ഞതോടെയാണ് തട്ടിപ്പുകാർ ഫോൺ വിളി നിർത്തിയത്. 50,000 രൂപ അയക്കണമെന്നാവശ്യപ്പെട്ട് തുടർച്ചയായി 7 സന്ദേശമാണ് ഇവരുടെ ഫോണിൽ വന്നിട്ടുള്ളത്. പെൺകുട്ടികളുടെ ദയനീയമായ കരച്ചിൽ ഫോണിലൂടെ കേൾപ്പിച്ചതായും കുട്ടികളുമായി സംസാരിക്കാൻ അനുവദിച്ചില്ലെന്നും ഇവർ പറഞ്ഞു. സഹപ്രവർത്തകരുടെ സഹായത്തോടെ പോലീസ് സൈബർ സെല്ലിന് നമ്പർ, ഫോട്ടോ എന്നിവ കൈമാറിയിട്ടുണ്ടെന്നും അധ്യാപിക പറഞ്ഞു. CCTV ന്യൂസ്, തൃത്താല. രാഷ്ട്രീയ താൽപര്യങ്ങൾ ഉയർത്തിപ്പിടിച്ചുകൊണ്ടുള്ള വാർഡ് വിഭജനമാണ് നടന്നിരിക്കുന്നതെന്ന് KPCC വൈസ് പ്രസിഡന്റ് VT ബൽറാം. അശാസ്ത്രീയമായ വാർഡ് വിഭജനം അധികാര വികേന്ദ്രീകരണത്തെ അട്ടിമറിക്കുന്നതാണെന്നും അദ്ദേഹം കുറ്റപ്പെടുത്തി. പട്ടാമ്പി നഗരസഭയിലേക്ക് UDF നടത്തിയ മാർച്ച് ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു VT ബൽറാം. പട്ടാമ്പി നഗരസഭയിൽ അശാസ്ത്രീയമായ രീതിയിലാണ് വാർഡ് വിഭജനം നടപ്പാക്കിയെന്നാരോപിച്ചാണ് UDF പ്രക്ഷോഭവുമായി രംഗത്തിറങ്ങിയിരിക്കുന്നത്. ഇതിന്റെ ഭാഗമായാണ് നഗരസഭാ ഓഫീസിലേക്ക് പ്രതിഷേധ മാർച്ചും ധർണയും നടത്തിയത്. മേലെ പട്ടാമ്പി കോൺഗ്രസ് ഓഫീസ് പരിസരത്തുമാണ് മാർച്ച് ആരംഭിച്ചത്. നിരവധി പ്രവർത്തകർ മാർച്ചിൽ അണിനിരന്നു. പ്രിയമുള്ളവരെ അനുഗ്രഹിക്കുക. വാർഡ് വിഭജനമെന്ന പേരിൽ തങ്ങളുടെ ഭരണ സ്വാധീനത്തിന്റെ ഇംഗിതത്വത്തിനനുസരിച്ച് കീറി മുറിച്ചും വെട്ടിനിരത്തിയും CPM-ന്റെ പാർട്ടി ഓഫീസിൽ നിന്നുണ്ടാക്കിയ വാർഡ് വിഭജനം RSS-നും സംഘപരിവാറിനും ഗുണകരമാകുന്ന രീതിയിൽ കീറി മുറിച്ച വാർഡ് വിഭജനത്തെ റദ്ദു ചെയ്യണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് മുനിസിപ്പൽ UDF കമ്മിറ്റി ആഹ്വാനം ചെയ്ത മുനിസിപ്പൽ ഓഫീസ് മാർച്ചാണ് ഈ വാഹനത്തിന്റെ കടന്നു വരുന്നത്. നഗരസഭാ ഓഫീസിന് മുന്നിൽ പോലീസ് മാർച്ച് തടഞ്ഞു. തുടർന്ന് നടന്ന സമരം KPCC വൈസ് പ്രസിഡന്റ് VT ബൽറാം ഉദ്ഘാടനം ചെയ്തു. ഒരു ഗ്രാമസഭ വിളിച്ചാൽ 5 കിലോമീറ്റർ അപ്പുറത്ത് നിന്ന് ആളുകൾ ആ ഗ്രാമസഭയിൽ പങ്കെടുക്കാൻ വേണ്ടി മാത്രം വരുമോ? അപ്പൊ ഈ അശാസ്ത്രീയത എന്ന് പറയുന്നത് അത് നമ്മുടെ ജനാധിപത്യത്തെ തന്നെ, അധികാര വികേന്ദ്രീകരണത്തെ തന്നെ അട്ടിമറിക്കുന്ന ഒരു കാര്യമായി മാറുകയാണ്. എത്ര വലിയൊരു ചതിയാണ് അവർ ചെയ്യുന്നത്. ഇത് പട്ടാമ്പി നഗരസഭയുടെ കാര്യത്തിൽ മാത്രമല്ല. ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നു, ഇതുപോലുള്ള സമരങ്ങൾ ഈ കേരളത്തിലെ ഒട്ടുമുക്കാൽ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലും പഞ്ചായത്തുകളിലും മുനിസിപ്പാലിറ്റിയിലും കോർപ്പറേഷനിലും അടക്കം നടത്തേണ്ടി വരുന്ന ഒരു ഗതികേടിലേക്കാണ്, ഒരു അവസ്ഥാ വിശേഷത്തിലേക്കാണ് നമ്മൾ എത്തിച്ചേർന്നിരിക്കുന്നത്. അത്രത്തോളം അശാസ്ത്രീയമായും അത്രത്തോളം കേവലമായ CPM-ന്റെയും ഭരണക്കാരുടെയും രാഷ്ട്രീയ താല്പര്യം ഉയർത്തിപ്പിടിച്ചുകൊണ്ടും മാത്രമാണ് ഈ വാർഡ് വിഭജനങ്ങൾ ഇപ്പോൾ നടത്തിയിട്ടുള്ളത്. നാസർ അധ്യക്ഷനായിരുന്നു. നേതാക്കളായ CA സാജിദ്, KR നാരായണസ്വാമി, C സംഗീത, ഉമ്മർ കീഴായൂർ, അഡ്വക്കേറ്റ് രാമദാസ്, K ബഷീർ, മറ്റു കൗൺസിലർമാർ, UDF നേതാക്കൾ തുടങ്ങിയവരും പങ്കെടുത്ത് സംസാരിച്ചു. കൂറ്റനാട് കൂട്ടുപാത കട്ടിൽമാടത്തിന് സമീപം പെൺകുട്ടിയെ ഓട്ടോറിക്ഷയിൽ തട്ടിക്കൊണ്ടുപോകാൻ ശ്രമിച്ചതായി അഭ്യൂഹം. ചൊവ്വാഴ്ച ഉച്ചയോടെയായിരുന്നു സംഭവം. പെൺകുട്ടിയെ ഓട്ടോറിക്ഷയിൽ സീറ്റിന് താഴെ കിടത്തി കാലുകൊണ്ട് അമർത്തി ചവിട്ടിയ ശേഷം കൊണ്ടുപോയതായാണ് ദൃക്സാക്ഷികൾ പറയുന്നത്. ഇതിന്റെ നിരീക്ഷണ ക്യാമറ ഫോട്ടോകളും വീഡിയോയും പുറത്തു വന്നിട്ടുണ്ട്. ദൂരെയുള്ള CCTV ക്യാമറയിലാണ് ദൃശ്യങ്ങൾ പതിഞ്ഞിട്ടുള്ളത് എന്നതിനാൽ ദൃശ്യങ്ങളിൽ വ്യക്തത കുറവുണ്ട്. അതേസമയം പെൺകുട്ടിയുടെ അലറിക്കരച്ചിൽ ദൃശ്യങ്ങളിൽ നിന്നും വ്യക്തമാണ്.
അതേസമയം എന്താണ് ഇതിന് പിന്നിൽ നടന്നത് എന്ന കാര്യത്തിൽ വ്യക്തത കൈവന്നിട്ടില്ല. അസുഖബാധിതയായ പെൺകുട്ടിയാണ് ഓട്ടോറിക്ഷയിൽ ഉണ്ടായിരുന്നതെന്ന തരത്തിലുള്ള സ്ഥിരീകരിക്കാത്ത വിവരങ്ങളും പുറത്തുവരുന്നുണ്ട്. എന്നാൽ ഇത്തരത്തിൽ അസുഖബാധിതയായ പെൺകുട്ടിയെ ഓട്ടോറിക്ഷയുടെ പ്ലാറ്റ്ഫോമിൽ കിടത്തി ചവിട്ടി അമർത്തിക്കൊണ്ടുപോകുമോ എന്ന ചോദ്യങ്ങളാണ് ഉയരുന്നത്. പെൺകുട്ടി രക്ഷിക്കണേ എന്ന് അലറിക്കരഞ്ഞതായും ദൃക്സാക്ഷികൾ പറയുന്നു. ഞാൻ കണ്ടത് പള്ളിയുടെ അടുത്ത് കോൺക്രീറ്റ് ചാനൽ കച്ചവടം ചെയ്യണ ഷിഹാബ് ഉണ്ട്. ഷിഹാബിന്റെ അടുത്ത് പറഞ്ഞു, പിന്നെ എടാ അംശം അങ്ങോട്ട് നോക്കടാ, പിന്നെ ഒരു ഓട്ടോക്കകത്ത് ഒരു കുട്ടീനെ എന്താ ബലമായിട്ട് പിടിച്ചോണ്ടോന്ന് പറഞ്ഞു. അപ്പൊ തന്നെ ഒരു ബൈക്കാരൻ വന്നു. ബൈക്കാരനും ഇത് പറഞ്ഞു, ഇങ്ങനെ ആ ഓട്ടോക്കകത്ത് ഒരു കുട്ടീനെ ബലമായിട്ട് പിടിച്ചത് കൊണ്ടുപോകണം, കരയണൊക്കെ ഉണ്ട് പറഞ്ഞു. അപ്പൊ നമ്മള് എന്നാ കയറാ, റോട്ടിൽ കയറാന്ന് പറഞ്ഞു. റോട്ടിൽ കയറാൻ തടുത്തു. ഞാൻ തന്നെ കയറി തടുത്തേക്ക് പിന്നെ വണ്ടി സ്ലോ ആക്കിയിട്ട് നിർത്തിയിട്ട് ചോദിച്ചു, എന്താണ് ഇത് സംഭവം എന്ന് ചോദിച്ചു. എന്തിനാ കുട്ടി കരയണേ, എന്താ സംഗതി എന്നൊക്കെ ചോദിച്ചു. അപ്പോ പിന്നെ ഓട്ടോ ഡ്രൈവറും ബാക്കിലുള്ള മറ്റേ ആളും കൂടെ പറഞ്ഞു, പിന്നെ സുഖമില്ലാത്ത കുട്ടിയാണ്, പിന്നെ ഇറങ്ങി ഓടാൻ നോക്കുകയാണ്, അങ്ങനെ പിടിച്ചുകൊണ്ടുപോകാണെന്ന് പറഞ്ഞു. അപ്പൊ പിന്നെ ഞാൻ ഓനോട് പറഞ്ഞോടാ, സുഖമില്ലാത്ത കുട്ടി അത്രടാന്ന് പറഞ്ഞു. ഓലിങ്ങനെ പോകുമ്പോ കുട്ടി കരയുന്നുണ്ട്, കാലൊക്കെ പുറത്തേക്കിട്ട് അടിച്ചിട്ടാണ് കരയണത്. പിന്നെ ആ ചവിട്ടിനോടത്താണ് കടത്തിക്കണേ. എന്താണ് ഇപ്പൊ ഇത് ഇങ്ങനെയൊക്കെ ചെയ്തിക്കണേ, സുഖമില്ലാത്താണ് ഇങ്ങനെ ചെയ്യാന്നൊക്കെ ഉള്ള ലെവലില് ഞാൻ മറ്റേ ആ ബൈക്കാരനോട് ഇരുന്നൊരു പണി, നമുക്ക് വണ്ടി എടുക്കുക, നമുക്ക് ചോദിച്ചു നോക്കാന്നുള്ള ലെവലില് നമ്മള് പോകാതെ ഓൻ പറയാ അതൊക്കെ ചോറാണ്, സുഖമില്ലാത്തതല്ലേ, വെറുതെ ആവശ്യമില്ല എന്നുള്ള ലെവലില് ഓൻ വണ്ടി എടുത്ത് പോയി. അത് കഴിഞ്ഞിട്ട് മറ്റേ തൊഴിലുറപ്പിന്റെ ചേച്ചിമാര് വരുന്നുണ്ട്. നിങ്ങളൊരു സംഭവം കണ്ടോ, ഇങ്ങനെ ഒരു പെൺകുട്ടിനെ ഇവിടുന്ന് പിന്നെ കയറ്റിക്കൊണ്ടായത് എന്താണെന്ന് അറിയില്ല, വണ്ടിയും തലയുമ്പോൾ നിങ്ങൾ കണ്ടുവച്ചു, നിങ്ങളവിടെ നല്ല വരുന്നല്ലോ. ഇല്ല ഞങ്ങൾ ഇവിടുന്ന് കയറിയാണ്. എന്ത് വെച്ചു, ഞങ്ങൾക്ക് ഇവിടുന്ന് ഒരു ഫോൺ കിട്ടിയായിരുന്നു. എന്നാൽ ചിലപ്പോൾ ഓരോമായിട്ട് ഇങ്ങനെ പിടിമേലിയൊക്കെ ഉണ്ടായി അവിടെ. അപ്പോൾ ചിലപ്പോൾ വീണതേക്കാരെന്ന് പറഞ്ഞിട്ട് പിന്നെ നിങ്ങളടുത്തൊരു പണി മെമ്പർക്കൊന്ന് വിളിക്കും, പോലീസ് സ്റ്റേഷനിലേക്ക് വിളിച്ച് വിവരം പറയാനാണ് പറഞ്ഞു. അങ്ങനെ അവിടുന്ന് ഒരു ചേച്ചി മെമ്പർക്ക് അടിച്ചു തന്നു. ഞാൻ മെമ്പറോട് ഇങ്ങനെ വിവരങ്ങൾ പറഞ്ഞു. ഞാൻ അവിടെ ഉണ്ട്, ഞാൻ വരാമെന്ന് പറഞ്ഞു. മെമ്പർ നേരെ വന്നു, പോലീസ് സ്റ്റേഷനിലേക്ക് വിളിച്ച് വിവരം പറഞ്ഞു. അങ്ങനെ പോലീസുകാർ വന്നു. പിന്നെ വരുന്ന വഴിക്ക് അങ്ങനെ ഒന്നും കണ്ടില്ല എന്ന് പറഞ്ഞു. പിന്നെ പള്ളിയിൽ വന്ന് ചെക്ക് ചെയ്ത് പിന്നെ CCTV ഒക്കെ നോക്കി ഇപ്പോൾ അന്വേഷണത്തിലാണ് പോലീസുകാർ. അതേസമയം ഓട്ടോറിക്ഷയെ കണ്ടെത്താനോ സത്യം കണ്ടെത്താനോ പോലീസിനെ ഒരു ദിവസം പിന്നിട്ടിട്ടും സാധിച്ചിട്ടില്ലെന്ന വിമർശനവും ഉയരുന്നുണ്ട്. നിലവിൽ പെൺകുട്ടിയെ കാണാതായതുമായി ബന്ധപ്പെട്ടുള്ള പരാതികളൊന്നും ഒരു സ്റ്റേഷനിലും റിപ്പോർട്ട് ചെയ്യപ്പെട്ടിട്ടില്ലെന്നും ഇക്കാര്യത്തിൽ അന്വേഷണം ഊർജിതമായി പുരോഗമിക്കുകയാണെന്നും ചാലിശ്ശേരി പോലീസ് പറഞ്ഞു. CCTV ന്യൂസ് തൃത്താല. ദേശമംഗലം സ്കൂളിൽ പഠിക്കുന്ന 5ാം ക്ലാസ് വിദ്യാർത്ഥി ഭാരതപ്പുഴയിൽ മുങ്ങി മരിച്ചു. കൊണ്ടയൂർ കാഞ്ഞിരക്കൂട്ട് വീട്ടിൽ ദിലീപിന്റെ മകൻ 10 വയസ്സുള്ള ദിവിൻ കൃഷ്ണയാണ് മരിച്ചത്. ശബരിമലയ്ക്ക് പോകാൻ വേണ്ടി മാലയിട്ടിരുന്നു. വൈകുന്നേരം വല്യമ്മയോടൊപ്പം കൂട്ടുകാരുമൊത്ത് കുളിക്കാനായി ദേശമംഗലം കുടപ്പാറ ക്ഷേത്രകടവിൽ കുളിക്കാൻ ഇറങ്ങിയതായിരുന്നു. ഇതിനിടെ കുട്ടിയെ കാണാതായി. കൂടെയുള്ളവർ ബഹളം വെച്ചതിനെ തുടർന്ന് നാട്ടുകാർ ചേർന്ന പുഴയിൽ പരിശോധിച്ചപ്പോഴാണ് സമീപ പ്രദേശത്ത് നിന്ന് കുട്ടിയെ കിട്ടിയത്. ആദ്യം ദേശമംഗലം സ്വകാര്യ ആശുപത്രിയിലും പിന്നീട് തൃശൂർ മെഡിക്കൽ കോളേജ് ആശുപത്രിയിലും എത്തിച്ചെങ്കിലും ജീവൻ രക്ഷിക്കാനായില്ല. സംഭവം അറിഞ്ഞ് നിയുക്ത MLA UR പ്രദീപ്, ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ജയരാജ് എന്നിവർ സ്ഥലത്തെത്തി. തൃത്താല മല റോഡിലെ പെട്രോൾ പമ്പിൽ സിംഹം ഇറങ്ങി എന്ന അവകാശവാദത്തോടെയുള്ള വീഡിയോ ദൃശ്യത്തിന് സമൂഹമാധ്യമങ്ങളിൽ വൻ പ്രചരണം. കഴിഞ്ഞ ദിവസം രാത്രിയോടെയാണ് മല റോഡിലെ പെട്രോൾ പമ്പിൽ നിന്നുള്ളതെന്ന തരത്തിൽ ദൃശ്യങ്ങൾ വ്യാപകമായി പ്രചരിച്ചത്. മല റോഡിലെ പെട്രോൾ പമ്പിലേക്ക് സിംഹം നടന്നു കയറുന്നതും തിരികെ ഇറങ്ങുന്നതും തെരുവുനായ്ക്കളുടെ ഓരിയിടലുകളുമാണ് ദൃശ്യങ്ങളിലുള്ളത്. അല്പസമയത്തിനകം തന്നെ ദൃശ്യങ്ങൾ കാട്ടുതീ പോലെ പടർന്നു. ഒരിക്കൽ പുലിയിറങ്ങിയ തൃത്താലയിൽ എന്തുകൊണ്ട് സിംഹം ഇറങ്ങിക്കൂടാ എന്ന തരത്തിലുള്ള സന്ദേശങ്ങളോടെ തലങ്ങും വിലങ്ങും ദൃശ്യങ്ങൾ പ്രചരിച്ചതോടെ ചാലിശ്ശേരി പോലീസ് സ്റ്റേഷനിലേക്കും ഫോൺ വിളികളെത്തി. എന്നാൽ ഇത്തരമൊരു സംഭവം പ്രദേശത്ത് നടന്നിട്ടില്ല എന്നതാണ് വാസ്തവം. ഗുജറാത്തിലെ ഒരു ഗ്രാമത്തിലെ പെട്രോൾ പമ്പിൽ സിംഹത്തെ കണ്ടു എന്ന തലക്കെട്ടോടെ ദേശീയ മാധ്യമമായ മിറർ നൗ സമാന വീഡിയോ 2024 സെപ്റ്റംബർ 9 ഫേസ്ബുക്കിൽ പങ്കുവച്ചിരുന്നു. ഗുജറാത്ത് എന്ന ഹാഷ്ടാഗോടെ വീഡിയോ ഒരു ഇൻസ്റ്റാഗ്രാം അക്കൗണ്ടിൽ പോസ്റ്റ് ചെയ്തിട്ടുള്ളതാണ് എന്നും കാണാം. ഇതിൽ നിന്നും വീഡിയോ തൃത്താല മല റോഡിൽ നിന്നുള്ളതല്ല, ഗുജറാത്തിലെ ഗീറിൽ നിന്നുള്ളതാണ് എന്ന് വ്യക്തമാവുകയാണ്. സമാന വീഡിയോ തന്നെ നിലമ്പൂരിലെ പെട്രോൾ പമ്പിൽ നിന്നുള്ളതെന്ന തരത്തിലും പ്രചരിച്ചിരുന്നു. CCTV ന്യൂസ് തൃത്താല. കൂറ്റനാട് സഹയാത്ര ചാരിറ്റബിൾ സൊസൈറ്റി പുതിയ കെട്ടിടത്തിലേക്ക് നിർമ്മിച്ച കോൺക്രീറ്റ് റോഡിന്റെ ഉദ്ഘാടനം സഹയാത്ര ഭരണസമിതി അംഗം KN ദിജി നിർവഹിച്ചു. ശാരീരിക ബുദ്ധിമുട്ടുകൾ കൊണ്ടും അപകടത്തിൽപ്പെട്ട് ശരീരം തളർന്നവർക്കും സൗജന്യ കിടത്തി ചികിത്സ നൽകാനുള്ള പുതിയ കെട്ടിടത്തിന്റെ നിർമ്മാണ പ്രവർത്തനങ്ങൾ അവസാന ഘട്ടത്തിലാണ്. നാട്ടുകാർ, അഭ്യുദയകാംക്ഷികൾ, പ്രവാസി സംഘടനകൾ, പൂരാഘോഷ കമ്മിറ്റികൾ, പ്രാദേശിക കൂട്ടായ്മകൾ, വാട്സ്ആപ്പ് ഗ്രൂപ്പുകൾ, ഫ്ലോറിംഗ്, പെയിന്റിംഗ് തൊഴിലാളികൾ, CSA ടൂർണമെന്റ് കമ്മിറ്റി തുടങ്ങി സമൂഹത്തിന്റെ നാനാ തുറകളിലുള്ള വ്യക്തികളുടെയും സംഘടനകളുടെയും പിന്തുണയിലാണ്
10,000 ചതുരശ്ര അടി വിസ്തീർണത്തിൽ പുതിയ കെട്ടിടത്തിന്റെ നിർമ്മാണ പ്രവർത്തനം പുരോഗമിക്കുന്നത്. കെട്ടിടത്തിലേക്ക് സഞ്ചാരയോഗ്യമായ റോഡിനുവേണ്ടി നാടൊരുമിച്ചപ്പോൾ ആവശ്യമായ സ്ഥലം വിട്ടുനൽകാൻ സ്ഥലം ഉടമകൾ തയ്യാറായി. റോഡ് പണിക്കാവശ്യമായ സാമഗ്രികൾ നിരവധി പേർ സഹായമായി നൽകി. ഉദ്ഘാടന ചടങ്ങിൽ സഹയാത്രാ പ്രസിഡന്റ് വി ബാലകൃഷ്ണൻ അധ്യക്ഷത വഹിച്ചു. കെട്ടിട നിർമ്മാണ സംഘാടക സമിതി ചെയർമാൻ ഹുസൈൻ പുളിയഞ്ഞാലിൽ, രക്ഷാധികാരി അഹമ്മദ് ഉണ്ണി, പ്രദീപ് തായക്കാട്ട്, സെക്രട്ടറി വാസുണ്ണി പട്ടാഴി, ചെയർമാൻ സി പ്രേമരാജൻ, ഒ ഗോവിന്ദൻകുട്ടി, ഉണ്ണി ശാസ്ത എന്നിവർ നിർമ്മാണ പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം നൽകി. ചാലിശ്ശേരി പഞ്ചായത്തിലെ വായനശാലകളുടെ പരസ്പര സഹകരണവും പ്രവർത്തനവും ഏകോപിപ്പിക്കുന്നതിനുവേണ്ടി വായനക്കൂട്ടം ചാലിശ്ശേരി എന്ന പേരിലുള്ള സംഘടനയ്ക്ക് ഗ്രന്ഥശാല പ്രവർത്തകർ രൂപം നൽകി. രക്ഷാധികാരികളായി തൃത്താല മുൻ MLA TP കുഞ്ഞുണ്ണി, കെ ശശീധരൻ, ഡോക്ടർ EN ഉണ്ണികൃഷ്ണൻ എന്നിവരെയും KK പ്രഭാകരൻ ചെയർമാൻ, EK മണികണ്ഠൻ കൺവീനർ, CK സന്ദീപ് ട്രഷറർ എന്നിവരടങ്ങുന്ന 11-അംഗ എക്സിക്യൂട്ടീവ് സമിതിയെയും തെരഞ്ഞെടുത്തു. സംസ്ഥാന ലൈബ്രറി കൌൺസിൽ അഫിലിയേറ്റ് ചെയ്യപ്പെട്ട ചാലിശ്ശേരിയിലെ 7 വായനശാലകളിലെ എല്ലാ അംഗങ്ങളും വായനക്കൂട്ടം ചാലിശ്ശേരിയിലെ അംഗങ്ങളായിരിക്കും. പഞ്ചായത്ത് വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ ആനി വിനു, എഴുത്തുകാരി ശ്രീകല വാസുകി, വനിതാ ലൈബ്രറിയൻ സുനിത എന്നിവർ ചേർന്ന് വായനക്കൂട്ടം ചാലിശ്ശേരിയുടെ ലോഗോ പ്രകാശനം ചെയ്തു. 2025 ജനുവരി 12-ന് ഔപചാരിക വിദ്യാഭ്യാസത്തിൽ വായനശാലകളുടെ പങ്ക് എന്ന വിഷയത്തിൽ സെമിനാർ നടത്തുമെന്ന് ഭാരവാഹികൾ അറിയിച്ചു. തൊഴിലുറപ്പ് തൊഴിലാളികളോട് കേന്ദ്ര സർക്കാർ അവഗണന കാണിക്കുകയാണെന്ന് ആരോപിച്ച് തൊഴിലാളികളുടെ പ്രതിഷേധം. NREG വർക്കേഴ്സ് യൂണിയന്റെ നേതൃത്വത്തിൽ ഓങ്ങല്ലൂരിൽ പോസ്റ്റ് ഓഫീസിലേക്ക് മാർച്ച് നടത്തി. തൊഴിലുറപ്പ് പദ്ധതിക്കാവശ്യമായ തുക അനുവദിക്കുക, തൊഴിലാളികളോട് കാണിക്കുന്ന അവഗണന അവസാനിപ്പിക്കുക, സർക്കാർ ഉദ്യോഗസ്ഥരുടെ അനധികൃതമായ ഇടപെടലുകൾ അവസാനിപ്പിക്കുക തുടങ്ങി നിരവധി ആവശ്യങ്ങൾ ഉന്നയിച്ചുകൊണ്ടാണ് NREG വർക്കേഴ്സ് യൂണിയന്റെ നേതൃത്വത്തിൽ ഓങ്ങല്ലൂർ പോസ്റ്റ് ഓഫീസിലേക്ക് മാർച്ചും ധർണയും നടത്തിയത്. NREG വർക്കേഴ്സ് യൂണിയൻ ഓങ്ങല്ലൂർ പഞ്ചായത്ത് കമ്മിറ്റിയുടെ നേതൃത്വത്തിലായിരുന്നു സമരം. പോസ്റ്റ് ഓഫീസിന് മുന്നിൽ നടന്ന ധർണ CITU പട്ടാമ്പി ഡിവിഷൻ ജോയിന്റ് സെക്രട്ടറി TV ഗിരീഷ് ഉദ്ഘാടനം ചെയ്തു. മാത്രമല്ല, ഇത്തരത്തിലുള്ള സേവകരമായ പ്രവർത്തനങ്ങൾ പ്രത്യേകിച്ച് പാവപ്പെട്ട ജനങ്ങളുടെ ജീവിതത്തെ നിലനിർത്തപ്പെടുന്ന തരത്തിലേക്കുള്ള എല്ലാ പ്രവർത്തനങ്ങളും ഇല്ലാതാക്കാൻ വേണ്ടിയുള്ള പ്രവർത്തനമാണ് ഇപ്പോൾ നടത്തിക്കൊണ്ടിരിക്കുന്നത്. ഒന്നും പ്രത്യുത്പാദനപരമല്ല എന്നാണ് കേന്ദ്ര ഗവൺമെന്റ് പറയുന്നത്. നിങ്ങൾ നോക്കൂ, ഈ കേരളത്തിൽ 62 ലക്ഷം ആളുകൾക്ക് 1,600 രൂപ പെൻഷൻ കൊടുക്കുന്ന സംസ്ഥാന കേരളം. ആ കേരളത്തിൽ വന്ന് കേന്ദ്രത്തിന്റെ ധനകാര്യ വകുപ്പ് മന്ത്രി നിർമ്മല സീതാരാമൻ പറയുകയാണ്, എന്തിനാണ് നിങ്ങൾ പെൻഷൻ കൊടുക്കുന്നത്? പെൻഷൻ കൊടുക്കുന്നതുകൊണ്ട് നിങ്ങൾക്ക് എന്ത് നേട്ടമാണ് എന്നാണ് ചോദിക്കുന്നത്. ഒന്നും പ്രത്യുത്പാദനപരമല്ല, ഒന്നും കണ്ട് ലഭിക്കപ്പെടുന്നില്ല, പിന്നെ എന്തിനാണ് നിങ്ങൾ കൊടുക്കുന്നത് എന്നാണ് കേന്ദ്രത്തിലെ BJPയുടെ നേതൃത്വത്തിലുള്ള ഗവൺമെന്റിന്റെ ധനകാര്യ വകുപ്പ് മന്ത്രി. പുഷ്പലത അധ്യക്ഷയായിരുന്നു. PC ദേവദാസ്, PP വിജയൻ, TP രതീഷ്, രതി ഗോപാലകൃഷ്ണൻ, P പ്രസന്ന തുടങ്ങിയവരും പങ്കെടുത്ത് സംസാരിച്ചു. ചെറുതുരുത്തി ദേശീയ ആയുർവേദ പഞ്ചകർമ്മ ഗവേഷണ കേന്ദ്രത്തിൽ 2 ദിവസങ്ങളിലായി നടന്നിരുന്ന വസ്തിയെക്കുറിച്ചുള്ള സെമിനാർ നിരൂഹ 2024 സമാപിച്ചു. സമാപന സമ്മേളനത്തിൽ സ്ഥാപന മേധാവി ഡോക്ടർ D സുധാകർ അധ്യക്ഷത വഹിച്ചു. ഹോസ്പിറ്റൽ സൂപ്രണ്ട് ഡോക്ടർ VC ദീപ് സെമിനാറിന് അവലോകനം ചെയ്ത് സംസാരിച്ചു. കേരള ആരോഗ്യ സർവകലാശാല മുൻ രജിസ്ട്രാർ ഡോക്ടർ AK മനോജ് കുമാർ, ജയ്പൂർ നാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ട് പ്രൊഫസർ ഡോക്ടർ ഗോപേഷ് ശർമ്മ, അസിസ്റ്റന്റ് ഡയറക്ടർ ഫാർമക്കോളജി ഡോക്ടർ സുദേശ്, അസിസ്റ്റന്റ് ഡയറക്ടർ ബയോകെമിസ്ട്രി ഡോക്ടർ N തമിഴ്ശെൽവം എന്നിവർ സംസാരിച്ചു. ഇതോടനുബന്ധിച്ച് നടന്ന വിവിധ മത്സരങ്ങളിൽ വിജയികളായവർക്ക് സമ്മാനദാനവും ഉണ്ടായിരുന്നു. കോൺഗ്രസ് നേതാവായിരുന്ന S പ്രഭാകരൻ നമ്പ്യാരെ പട്ടാമ്പിയിൽ അനുസ്മരിച്ചു. KPCC വൈസ് പ്രസിഡന്റ് VT ബൽറാം അനുസ്മരണ പ്രഭാഷണം നടത്തി. പഴയകാല കോൺഗ്രസ് നേതാവും ദീർഘകാലം വല്ലപ്പുഴ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റുമായിരുന്ന KV പ്രഭാകരൻ നമ്പ്യാരുടെ 21ാമത് ചരമവാർഷികത്തോടനുബന്ധിച്ചാണ് പട്ടാമ്പിയിൽ അനുസ്മരണ സമ്മേളനം സംഘടിപ്പിച്ചത്. കോൺഗ്രസ് ഭവനിൽ വെച്ചായിരുന്നു അനുസ്മരണ സമ്മേളനം നടത്തിയത്. DCC അംഗം PK ഉണ്ണികൃഷ്ണൻ അനുസ്മരണ സമ്മേളനം ഉദ്ഘാടനം ചെയ്തു. നമ്പ്യാർ മാഷെ കുറിച്ച് ഇവിടെ സീനിയർ ആളുകൾക്കൊക്കെ അറിയാം. അദ്ദേഹത്തിന്റെ പ്രവർത്തന കാലഘട്ടത്തിൽ ജില്ലയിൽ മുഴുവൻ നിറഞ്ഞു നിന്നിരുന്ന നേതാവായിരുന്നു അദ്ദേഹം. പ്രത്യേകിച്ച് ഒറ്റപ്പാലം, ഷൊർണൂര്, പട്ടാമ്പി, തൃത്താലയൊക്കെ അദ്ദേഹത്തിന്റെ വാക്കുകൾക്ക് കാതോർത്തു നിൽക്കുന്ന പ്രവർത്തകരായിരുന്നു ഉണ്ടായിരുന്നത്. അത്രയും നിറഞ്ഞു നിൽക്കുന്ന നേതൃത്വമായിരുന്നു നമ്പ്യാർ മാഷേത്. അദ്ദേഹത്തിന്റെ ആ കഴിവ് എന്ന് പറഞ്ഞാൽ സംഘടനാ പാടവം തന്നെയാണ്. പാർട്ടിയെ ചിട്ടയായി കെട്ടിപ്പടുക്കുന്നതിനും അതുപോലെ തന്നെ പാർട്ടി പ്രവർത്തനങ്ങൾ ചിട്ടയോടെ കൊണ്ടുപോകുന്നതിനും അദ്ദേഹത്തിനുള്ള കഴിവ് അപാരമായിരുന്നു. ആ ഗാംഭീര്യവും അതുപോലെ തന്നെ ഒരു പ്രവർത്തനത്തിൽ ഇറങ്ങിത്തിരിച്ചാൽ അത് നടത്തുന്നതുവരെ ആ പ്രവർത്തകരുടെ കൂടെ നിന്നിരുന്നു എന്നുള്ളതാണ് അദ്ദേഹത്തിന്റെ മേന്മ.
KPCC വൈസ് പ്രസിഡന്റ് VT ബൽറാം അനുസ്മരണ പ്രഭാഷണം നടത്തി. അഡ്വക്കേറ്റ് രാമദാസ്, KR നാരായണസ്വാമി, ET ഉമ്മർ, AP രാമദാസ്, C സംഗീത, ജിതേഷ് മൊഴിക്കുന്നം, K ബഷീർ, AK അക്ബർ, P രൂപേഷ്, K സന്തോഷ് കുമാർ തുടങ്ങിയവരും പങ്കെടുത്ത് സംസാരിച്ചു. ഇതോടെ നിലയോര വിശേഷങ്ങൾ സമാപിക്കുന്നു. നമസ്കാരം.